ничем другим, похоже, и не достанешь. Знаете, в советское время была такая шутка по поводу прогнозов погоды. Вот прогноз такой: сегодня в течение дня все возможно. റഷ്യ ഏതോ വലിയ കാര്യത്തിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. താമസിയാതെ ഉക്രൈൻ റഷ്യയിൽ മിസൈൽസ് ഫയർ ചെയ്തതിനും ATACMS ഉപയോഗിച്ച് റഷ്യൻ വ്യോമതാവളങ്ങളെ ആക്രമിച്ചതിനും പ്രതികാരം ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇതിനകം നമ്മൾ അറിഞ്ഞതാണ്. ഇപ്പോൾ ഔദ്യോഗികമായി റഷ്യ അവരുടെ പ്രതികാരം ഉക്രൈനിൽ ചെയ്ത് അവസാനിപ്പിച്ചു. പ്രധാനമായും പവർ സപ്ലൈ ഗ്രിഡ്സിൽ റഷ്യ ചെയ്ത ഈയൊരു പ്രതികാര ആക്രമണം കാരണം ഏകദേശം 12 ലക്ഷം ജനങ്ങൾ ഇപ്പോൾ വൈദ്യുതി ഇല്ലാത്ത അവസ്ഥയിലാണ്. കഠിനമായ തണുപ്പുള്ള അന്തരീക്ഷത്തിൽ ഉക്രൈനിലെ ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. കൂടാതെ CSTO, നാറ്റോ പോലെ സോവിയറ്റ് രാജ്യങ്ങളെ ഉൾപ്പെടുത്തി റഷ്യ സൃഷ്ടിച്ച ഒരു സെക്യൂരിറ്റി അസോസിയേഷൻ, അതിന്റെ ആനുവൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പോയിട്ടുണ്ട്. അവിടെ ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തി. പ്രധാനമായും ഞങ്ങൾ വിചാരിച്ചാൽ ഉക്രൈന്റെ ഏത് പ്രദേശത്ത് വേണമെങ്കിലും ആക്രമിക്കാൻ സാധിക്കും. ഉക്രൈന്റെ കമാൻഡ് യൂണിറ്റുകളെയും ഡിസിഷൻ മേക്കിംഗ് യൂണിറ്റ്സിനെയും ആക്രമിക്കാൻ സാധിക്കും. ഇവിടെ റഷ്യ ഉദ്ദേശിച്ചത് പ്രസിഡൻഷ്യൽ ഓഫീസ് അല്ലെങ്കിൽ ഉക്രൈന്റെ പാർലമെന്റ് ഇവയെ ആക്രമിക്കണം എന്ന് ഞങ്ങൾ ചിന്തിച്ചാൽ അത് ഞങ്ങൾ ചെയ്യുമെന്നുള്ള പ്രധാനപ്പെട്ട പ്രസ്താവന അദ്ദേഹം നൽകി. CSTO ഓർഗനൈസേഷനിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആവശ്യമാണെങ്കിൽ ആണവായുധം ഉപയോഗിക്കാനും ഞങ്ങൾ മടിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ പല വിവരങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യയുടെ പ്രതികാര ആക്രമണത്തെ സംബന്ധിച്ച് ഈ മാപ്പ് നിങ്ങൾ നോക്കുക. ഉക്രൈനിൽ എവിടെയെല്ലാം എയർ റെയ്ഡ് അലാറം ആക്ടിവേറ്റ് ആയി, ഏതൊക്കെ ലോഞ്ച് പാഡ്സിൽ നിന്നും റഷ്യ അവരുടെ ഏരിയൽ ബോംബ്സ് അയച്ചു, കൂടാതെ ലാൻഡ് ബേസ്ഡ് ലോഞ്ചേഴ്സിൽ നിന്നും മിസൈൽ ലോഞ്ച് ചെയ്തു എന്നുള്ള മുഴുവൻ മാപ്പാണ് ഇത്. 4 ലോഞ്ച് പോയിന്റ്സിൽ നിന്നും റഷ്യയുടെ വ്യോമസേനയും റഷ്യൻ ലാൻഡ് ബേസ്ഡ് മിസൈൽസ് ഫോഴ്സസും ഈയൊരു ആക്രമണം ഉക്രൈനിൽ ചെയ്തു. ഉക്രൈനെ സംബന്ധിച്ച് അവർ പറഞ്ഞ വാർത്ത 91 ക്രൂയിസ് മിസൈൽസ്, അതോടൊപ്പം 100-ലധികം ഡ്രോൺസ് റഷ്യയുടെ ഈ ഒരു ആക്രമണത്തിൽ ഉക്രൈനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ 74 ഡ്രോൺസിനെയും അതുപോലെ 71 ക്രൂയിസ് മിസൈൽസ്, ബാലിസ്റ്റിക് മിസൈൽസ് ഇവയെല്ലാം ചേർത്ത് ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്തു. എന്നാൽ ഇതിനപ്പുറവും റഷ്യ സൃഷ്ടിച്ച ഈ ഒരു മിസൈൽ ആഘാതം, ഡ്രോൺസിന്റെ മൂവ്മെന്റ്സ് കാരണവും ഇന്ന് ഉക്രൈൻ മുഴുവനും ഒരു വൈദ്യുതി തടസ്സം സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലായും ബാധിച്ചിരിക്കുന്നത് പടിഞ്ഞാറൻ ഭാഗത്തുള്ള റഷ്യയുടെ കാർഖീവ് മേഖലാ പ്രദേശത്തുള്ള ജനങ്ങളാണ്. ഇതിന്റെ ഫലമായി കീവിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ 2 ലക്ഷത്തോളം പേരും, മുഴുവൻ ഉക്രൈൻ എടുത്താൽ 1 മില്യണിലധികം ജനങ്ങൾ ഇപ്പോൾ വൈദ്യുതി തടസ്സം കാരണം കഷ്ടപ്പെടുന്നുണ്ട്. ഉക്രൈനെ സംബന്ധിച്ച് ഇപ്പോൾ മഞ്ഞുപൊഴിച്ചിൽ അവിടെ അധികമാണ്. ചില സ്ഥലങ്ങളിൽ താപനില വളരെ കുറവായതുകൊണ്ട് റഷ്യയുടെ മിസൈൽ ആക്രമണം കാരണം അവിടെ ബാധിക്കപ്പെട്ടിരിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. എന്നാൽ അതേസമയം ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, നിർണായകമായ പവർ സപ്ലൈസിനെ റഷ്യ ആക്രമിക്കുന്നതുകൊണ്ട് അവിടെ ഡിഫൻസീവ് ഇൻഡസ്ട്രിക്കും അതൊരു വലിയ ആഘാതം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ഉക്രൈൻ പുറത്ത് പറയുന്നതേയില്ല. പുറത്ത് പറയുമ്പോൾ പൊതുജനങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അവരുടെ ഡിഫൻസ് പ്ലാൻസിൽ ഇത് കാരണം എത്രത്തോളം നഷ്ടം സംഭവിച്ചു, അവരുടെ ഡെയിലി സൈന്യം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങളിൽ എത്രത്തോളം അത് ബാധിച്ചു, ഇതൊന്നും പുറത്ത് പറയുന്നില്ല. കൂടാതെ ഈ ആക്രമണത്തിന് റഷ്യ അവരുടെ ക്ലസ്റ്റർ വാർഹെഡ്സ് ഉപയോഗിച്ചു. ഇത് ഉക്രൈനും അവരുടെ വാർത്താ മാധ്യമങ്ങളിൽ പറഞ്ഞതാണ്. ഇതിനിടയിൽ മറ്റൊരു സംഭവം നടന്നത് കാനഡയുടെ യൂണിഫയർ എന്ന പ്രോഗ്രാം. ഇത് 2014 ആദ്യമായി ഉക്രൈനിൽ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടല്ലോ. അപ്പോ കാനഡയുടെ സഹായത്തോടുകൂടി അവരുടെ സൈനിക ഉപദേഷ്ടാക്കൾ, സൈനികർ എല്ലാവരും ചേർന്ന് ഉക്രൈനെ തിരികെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാനും ഉക്രൈൻ സൈനികരെ ഭാവിയിൽ യുദ്ധമുണ്ടായാൽ അതിനവരെങ്ങനെ തയ്യാറാക്കണം എന്നതിനുവേണ്ടിയും കാനഡയും ഉക്രൈനും സംയുക്തമായി ചേർന്ന് സ്ഥാപിച്ച ഒരു സൈനിക കരാറാണിത്. അങ്ങനെ 2022 റഷ്യ ഉക്രൈൻ യുദ്ധം സംഭവിക്കുന്നതുവരെയും കനേഡിയൻ സൈനിക ഉദ്യോഗസ്ഥർ നേരിട്ട് ഉക്രൈനിൽ ക്യാമ്പ് നടത്തുകയും അവർക്ക് ആവശ്യമായ സഹായം, സാങ്കേതിക വിദ്യ, പരിശീലനം എല്ലാം നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം എപ്പോഴത്തെയും പോലെ ഒരുപക്ഷെ നമ്മിൽ ഒരു ആക്രമണം നടന്നേക്കാം. റഷ്യ നേരിട്ട് അവിടെ ഒരു ആക്രമണം നടത്താം. അത് ഒരു വലിയ യുദ്ധത്തിൽ അവസാനിക്കുമെന്ന് കരുതി കാനഡയുടെ അധികാരികൾ ആ സ്ഥലം കാലിയാക്കി UK പോയി. എന്നിരുന്നാലും ഉക്രൈൻ ആവശ്യമായ സഹായങ്ങൾ നേരിട്ടും അല്ലാതെയും ഇപ്പോഴും ഇവരുടെ ഒരു പ്രോഗ്രാം വഴി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ലൊക്കേഷൻ UK മാറ്റി എന്നതല്ലാതെ ഈ ഒരു പ്രോജക്ട് ഇപ്പോഴും തുടരുകയാണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ലഫ്റ്റനന്റ് കേണൽ കെന്റ് മില്ലർ, കനേഡിയൻ പോലീസിലുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം
നോൺ കോമ്പാക്ട് ഡ്യൂട്ടിയിലുള്ളപ്പോൾ ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. അദ്ദേഹത്തെ 25-ാം തീയതിക്ക് ശേഷം ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ മരിച്ചു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നു. ഇത് കാനഡയുടെ സാധാരണ പ്രഖ്യാപനം പോലെ തോന്നിയില്ല. ഇവർ വാർത്ത പുറത്തുവിട്ടതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട പല വാർത്തകൾ പുറത്തുവരാൻ തുടങ്ങി. ഉക്രൈനിൽ നടത്തിയ റഷ്യയുടെ ആക്രമണത്തിൽ ഇദ്ദേഹം അകപ്പെട്ടിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം പരോക്ഷമായി കനേഡിയൻ സൈനികർ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഉക്രൈനിലുണ്ട്, മിസൈൽ ഓപ്പറേറ്റേഴ്സായി. ഏതെല്ലാം പാശ്ചാത്യ ലോഞ്ചറിൽ നിന്നും ഒരു മിസൈൽ ലോഞ്ച് ആകുന്നുവോ അവയെല്ലാം പൂർണ്ണമായും ഉക്രൈൻ അല്ല ചെയ്യുന്നത്. സ്റ്റോം ഷാഡോ ഒഴികെ മറ്റെല്ലാ ഗ്രൗണ്ട് ബേസ് ലോഞ്ചേഴ്സിൽ നിന്നും ഫയർ ചെയ്യുന്ന ഈ മിസൈലുകൾക്ക് ഇപ്പോഴും പാശ്ചാത്യ പങ്കാളികളുടെ ടെക്നിക്കൽ സപ്പോർട്ട് ഉക്രൈൻ ആവശ്യമാണ്. അതിന്റെ കോർഡിനേറ്റ്സ് ഇൻപുട്ടായി നൽകുക, അതിന്റെ ടാർഗറ്റ് അക്യൂസിഷൻസ് പ്രോഗ്രാം, ഇവയ്ക്കെല്ലാം പാശ്ചാത്യ സൈനിക അധികാരികളുടെ മിസൈൽ ഓപ്പറേറ്റേഴ്സ്മാരുടെയും സഹായം ആവശ്യമാണ്. അങ്ങനെ ഏതെങ്കിലും കാരണത്തിൽ ഇദ്ദേഹം മരിച്ചിട്ടുണ്ടാകുമെന്നും പറയുന്നു. കാരണം ഇദ്ദേഹത്തെ സംബന്ധിക്കുന്ന വാർത്തകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പെട്ടെന്ന് ഇദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്ത കാനഡ ഗവൺമെന്റ് പുറത്തുവിട്ടിരിക്കുന്നതിലൂടെ ഒരു സംശയം ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അടുത്ത് CSTO സംബന്ധിക്കുന്ന വാർത്തയിലേക്ക് വരാം. കളക്റ്റീവ് സെക്യൂരിറ്റി ട്രീറ്റി ഓർഗനൈസേഷൻ. സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം നാറ്റോ പോലെ തന്നെ ഇവർക്കുള്ളിൽ ഒരു സെക്യൂരിറ്റി അലയൻസ് രൂപീകരിക്കണം എന്ന് ചിന്തിക്കുന്നു. കാരണം നാറ്റോയെ സംബന്ധിച്ച് യൂറോപ്പിനെ കേന്ദ്രീകരിച്ച് സൃഷ്ടിച്ച ഒരു സിസ്റ്റം, അതും സോവിയറ്റ് യൂണിയനെ എതിർക്കാനായി. എന്നാൽ ആ രാജ്യങ്ങളിലെ ആരെയെങ്കിലും നാറ്റോയിലുള്ള ഒരു രാജ്യം റഷ്യയുമായി സെക്യൂരിറ്റി അലയൻസ് കൊണ്ടുവരിക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് സോവിയറ്റിൽ നിന്നും പിരിഞ്ഞുപോയ രാജ്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് കളക്റ്റീവ് സെക്യൂരിറ്റി ട്രീറ്റി ഓർഗനൈസേഷൻ CSTO എന്ന ഓർഗനൈസേഷൻ നിർമ്മിക്കുന്നു. ഇതിൽ ഇപ്പോവരെയും മെമ്പറായിട്ടുള്ളവർ അർമേനിയ, ബെലാറസ്, കസക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ, തജിക്കിസ്ഥാൻ. ഇതിൽ വർഷാവർഷം നടക്കുന്ന യോഗം ഇന്നലെ നടന്നു. ഇതിൽ പങ്കെടുക്കാനായി 2 ദിവസത്തെ യാത്രയ്ക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പോയിട്ടുണ്ട്. അദ്ദേഹം അതിൽ പങ്കെടുത്തതിനു ശേഷം ചില പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തുവരാൻ തുടങ്ങി. ആ വാർത്തകളെല്ലാം അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. അതിൽ മുൻഗണനയുള്ള 4 പോയിന്റ്സിനെ കുറിച്ച് നമുക്കറിയാം. ഒന്നാമതായി റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് അല്ല, ന്യൂക്ലിയർ അംബ്രല്ല. ന്യൂക്ലിയർ അംബ്രല്ല എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ ഒരു കോൺസെപ്റ്റ് ആണ്. ആണവായുധമുള്ള ഒരു രാജ്യം ആണവായുധം ഇല്ലാത്ത ഒരു രാജ്യത്തിന് നൽകുന്ന ഒരു സുരക്ഷാ ഗ്യാരണ്ടി. ഇപ്പൊ നാറ്റോയിൽ നോക്കിയാൽ അമേരിക്കയ്ക്ക് ആണവായുധമുണ്ട്, UK-യിൽ ആണവായുധം ഉണ്ട്. എന്നാൽ ആണവായുധം ഇല്ലാത്ത രാജ്യങ്ങളിൽ ഈ ആണവായുധങ്ങൾ കൊണ്ടുപോയി വയ്ക്കുക, ഇതിന്റെ പേരാണ് ന്യൂക്ലിയർ അംബ്രല്ല. അതുപോലെ റഷ്യയും അവരുടെ ന്യൂക്ലിയർ ഡോക്ട്രൈനിൽ ഒരാഴ്ചയ്ക്ക് മുൻപ് ഒരു മാറ്റം വരുത്തിയിരുന്നു. കൺവെൻഷണൽ വെപ്പൺ ഉപയോഗിച്ച് ഒരു വലിയ ആഘാതം സൃഷ്ടിച്ചാൽ, ജനങ്ങൾക്ക് അവിടെ പ്രശ്നമുണ്ടായാൽ റഷ്യ ആണവായുധം പ്രയോഗിക്കും. അതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് അവരുടെ ഡോക്ട്രൈനിൽ ഒരു മാറ്റം വരുത്തി. ഇപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് CSTOയിലുള്ള സെക്യൂരിറ്റി ഓർഗനൈസേഷനിലുള്ള ഏതൊരു രാജ്യത്തിന് പ്രശ്നമുണ്ടായാലും റഷ്യ തങ്ങളുടെ ആണവായുധങ്ങൾ കൊണ്ടുപോയി ആ രാജ്യത്തെ രക്ഷിക്കും. അല്ലെങ്കിൽ ആ രാജ്യത്തിന് സുരക്ഷാ രീതിയിൽ ഏതെങ്കിലും പ്രശ്നം വന്നാൽ റഷ്യ തങ്ങളുടെ ആണവ ശക്തി അവിടെ പ്രയോഗിക്കും. ന്യൂക്ലിയർ ഡോക്ട്രൈനിൽ റഷ്യ ചില മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇതിനകം ബെലാറസിൽ ആണവായുധമുണ്ട്. പോരാത്തതിന് ഇപ്പോ ഈ ഓർഗനൈസേഷനിലുള്ള രാജ്യങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും ആണവായുധങ്ങൾ തയ്യാറായി തന്നെ വെച്ചിട്ടുണ്ടാകും. ഇത് ഒരു ഗെയിം ചേഞ്ചർ മൊമെന്റ് തന്നെയാണ്. പക്ഷെ ഇതിലും ചില പ്രശ്നങ്ങളുണ്ട്. അർമേനിയ ഈ ഓർഗനൈസേഷൻ വിട്ട് പുറത്തു പോകുന്നതായി ചില വാർത്തകൾ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് പുടിൻ പറഞ്ഞത്, അർമേനിയ ഈ ഓർഗനൈസേഷൻ വിട്ട് പുറത്തു പോകുന്നതിനെ കുറിച്ചുള്ള ഔദ്യോഗികമായ വാർത്തകളൊന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. നാളിതുവരെയും അർമേനിയ അവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഒരു പക്ഷേ ഈ ഒരു അസോസിയേഷൻ വിട്ട് ഏതെങ്കിലും രാജ്യം പുറത്തേക്ക് പോകണം എന്ന് ചിന്തിച്ചാൽ അത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. എന്നാൽ ഏത് രാജ്യം പുറത്തേക്ക് പോയാലും ഈ സംഘടന എന്തിനു വേണ്ടിയാണോ രൂപീകരിച്ചത് ആ ലക്ഷ്യങ്ങൾ വിട്ട് ഒരിക്കലും പിന്നോട്ടേക്ക് പോകില്ല എന്ന് വ്യക്തമായി പറഞ്ഞു. ഇതിനെ ഉറപ്പിക്കുന്ന രീതിയിൽ അർമേനിയ പ്രസിഡന്റും ഈ ഒരു മീറ്റിംഗിന് വന്നിട്ടില്ല. അപ്പോൾ അർമേനിയയ്ക്കും ഈ സംഘടനയ്ക്കും ഇടയിൽ എന്തോ ഒരു പ്രശ്നമുള്ളത് നമുക്കറിയാൻ കഴിയും. അടുത്തതായി ചോദിച്ച ചോദ്യം, ATACMS റഷ്യയ്ക്കുള്ളിൽ ഫയർ ചെയ്തു. റഷ്യയുടെ പക്കൽ ഇതിനായിട്ടുള്ള ഒരു പ്രതികാര ആയുധം ഉണ്ടോ? ATACMS പോലെ റഷ്യയ്ക്ക് ഏതെങ്കിലും ആയുധം വച്ച് ഉക്രൈനെ ആക്രമിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ലളിതമായി ഒരു ഉത്തരം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇസ്കാന്ദർ മിസൈൽ. ഇസ്കാന്ദറെ സംബന്ധിച്ച് ഇതുവരെയും ഉക്രൈനിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു മിസൈലാണ്. ഇതൊന്നു മാത്രം മതി. അമേരിക്കയുടെ ATACMSന് മറുപടി നൽകാൻ ഇവ മാത്രം മതി. യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ അതിനവീന ആയുധങ്ങൾ റഷ്യയുടെ പക്കലാണ് ഉള്ളത്. പുറത്ത് കാണുന്നതെല്ലാം കുറച്ച് മാത്രമാണ്.
പല രഹസ്യ ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. അത് ഫയർ ചെയ്യാനുള്ള നിർബന്ധത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടരുത്. വളരെ സുപ്രധാന സാഹചര്യം വരുമ്പോൾ ഇവയെല്ലാം ലോകം കാണുമെന്നുള്ള ഒരു കാര്യവും പറഞ്ഞു. അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇപ്പോൾ റഷ്യ അവരുടെ ആക്രമണം ഉക്രൈനിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഉക്രൈനും റഷ്യയിൽ അവരുടെ അറ്റാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനത്തിൽ വരിക? ഇതിനകം ഉക്രൈൻ റഷ്യ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് റഷ്യയ്ക്കുള്ളിൽ അമേരിക്കൻ മെയ്ഡ് വെപ്പൺസ്, നാറ്റോ പാർട്ട്നേഴ്സിന്റെ വെപ്പൺസ്, ഇവയെല്ലാം റഷ്യയുടെ പ്രദേശങ്ങളിൽ ലോഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെല്ലാം റഷ്യയുടെ മറുപടി എന്തായിരിക്കും? റഷ്യ ഈ ഒരു സാഹചര്യത്തിൽ നേരിട്ട് എന്തായിരിക്കും ചെയ്യാൻ തീരുമാനിക്കുക? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, റഷ്യയുടെ ആണവായുധ ശേഖരം വെറും പേരിനു വേണ്ടി മാത്രം അവിടെ വച്ചിരിക്കുന്നതല്ല. സാത്താൻ വെപ്പൺസ് ഞങ്ങളുടെ സൈന്യത്തിൽ ഇതിനകം ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. കൂടാതെ ഇപ്പൊ പുതുതായി അത് അപ്ഗ്രേഡ് ചെയ്ത് ടെസ്റ്റ് ഫയർ ചെയ്ത് അവസാനിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ സൈന്യത്തിൽ റെഡി ടു യൂസ് എന്ന കണ്ടീഷൻ മോഡിലേക്ക് അതിനെ കൊണ്ടുവരാൻ പോവുകയാണ്. ഈ ഒരു വെപ്പൺ മാത്രം മതിയാകും. ഞങ്ങളുടെ ശത്രു ഏതൊക്കെ സ്ഥലത്തുണ്ടായിരുന്നാലും അവരെ നശിപ്പിക്കാൻ ഇവ മാത്രം മതി. ഞങ്ങളുടെ പക്കൽ ആണവായുധം തയ്യാറാണ്. എന്നാണോ റഷ്യയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നം പാശ്ചാത്യ രാജ്യങ്ങൾ കാരണം നേരിട്ട് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്നാണോ റഷ്യയുടെ നിലനിൽപ്പിന് തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, അന്ന് റഷ്യയുടെ യഥാർത്ഥ ശക്തി ഈ ലോകം തിരിച്ചറിയും എന്ന് ആണവായുധം സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റും അദ്ദേഹം നൽകി. ഒരു പക്ഷേ RS-28 സർമാത്തിന്റെ ലോഞ്ച് പാഡ് എന്നാണോ പാശ്ചാത്യ രാജ്യങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ എന്നാണോ ന്യൂക്ലിയർ യൂസിന്റെ ആദ്യ കോമ്പാക്ട് ഈ ലോകം കാണുന്നത്, അന്ന് ഈ ലോകത്തിന്റെ നാശമെന്നത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. കാരണം അതോടുകൂടി ഈ ന്യൂക്ലിയർ വാർ കാരണം ലോകം തന്നെ നശിക്കും. അവസാനത്തെ 4ാമത്തെ പോയിന്റ്, ഉക്രൈനെ സംബന്ധിച്ച് അടുത്തിടെ ഓഷ്നിക് എന്ന ഒരു മിസൈൽ ഉക്രൈനിൽ റഷ്യ ഫയർ ചെയ്തു. എന്നാൽ എന്തിനാ ഫാക്ടറിയിൽ ഫയർ ചെയ്യണം? ഉക്രൈനിൽ എത്രയോ സ്ഥലങ്ങളുണ്ട്. അതിലേതെങ്കിലും പ്രദേശത്ത് ഉപയോഗിക്കാമായിരുന്നു. അതെല്ലാം മാറ്റിവെച്ച് എന്തുകൊണ്ട് ഈ ഫാക്ടറിയിൽ ഫയർ ചെയ്യണം? ഡിസിഷൻ മേക്കിംഗ് സെന്റേഴ്സിൽ, ഗവൺമെന്റ് ബിൽഡിംഗ്സിലൊക്കെ ഫയർ ചെയ്യാമല്ലോ. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന് ചോദിച്ചതിന് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഇൻട്രോയിൽ കണ്ട ആ ഒരു വീഡിയോ, അത് റഷ്യൻ ഭാഷയാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല. അതിൽ അദ്ദേഹം ഒരു മാനറിസം ചെയ്യുന്നുണ്ട്. ഈ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, കമാൻഡ് സെന്റേഴ്സ്, ഡിസിഷൻ മേക്കിംഗ് യൂണിറ്റ്സ് ആയാലും റഷ്യയുടെ ടാർഗറ്റ് സർക്കിളിനുള്ളിലാണ് ഇവയെല്ലാം ഉള്ളത്. ഇപ്പോ ഈ ദിവസം വേണമെങ്കിലും റഷ്യയെ കൊണ്ട് എവിടെ വേണമെങ്കിലും ആക്രമിക്കാൻ സാധിക്കും. അതിനുള്ള ആവശ്യം വരുമ്പോൾ അവയെല്ലാം നിങ്ങൾ കാണുമെന്ന് അദ്ദേഹം പറഞ്ഞു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഈ 4 പോയിന്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. CSTOയിൽ ഇവയെല്ലാം പ്രധാനമായും ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇതിൽ അർമേനിയയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായാലും റഷ്യയുമായി മറ്റു രാജ്യങ്ങൾക്ക് സുരക്ഷാ കരാർ ഉണ്ടായില്ലെങ്കിലും ഇവരുടെ ന്യൂക്ലിയർ അംബ്രല്ല, ന്യൂക്ലിയർ ഡോക്ട്രിൻ മാറിയതിനു ശേഷം ഈ രാജ്യങ്ങളിൽ പ്രശ്നം ഉണ്ടായാൽ പോലും ആണവായുധം ഉപയോഗിക്കുമെന്ന് റഷ്യ പറഞ്ഞിട്ടുള്ളത് അടുത്ത ഒരു പ്രധാനപ്പെട്ട മൂവായാണ് കാണുന്നത്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.